നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡ്രീമിലേം കളിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള റീസൺ ആണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് വേണ്ടി ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷനിലൊക്കെ എങ്ങനെ പ്രോഫിറ്റ് കിട്ടും, എത്ര പ്രോഫിറ്റ് കിട്ടും, എങ്ങനെയൊക്കെ കളിക്കണം എന്ന് ചെറിയ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞത് ചെറിയൊരു വീഡിയോ ആണ്. ചെറുതായിട്ട് എല്ലാം പറയുന്നുള്ളൂ, ടച്ച് ചെയ്ത് പോകുന്നുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ടോപ്പായിട്ട് ഈസി ആയിട്ട് വിൻ ആവാൻ പറ്റുന്ന കുറച്ച് ഓപ്ഷൻസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ കുബേര ഫാൻറ്റസിയെ പറ്റിയാണ് പറയുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബോണസ് കിട്ടും. ക്യാഷ് ബോണസിൻ്റെ കാര്യം മാത്രമല്ല, നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് റിപ്പോർട്ട് ചെയ്തതിനെ പെട്ടെന്ന് തന്നെ അത് സോൾവ് ഔട്ട് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ആപ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് വരാം. ഇവിടെ നമ്മൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ റെഫറൽ വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന നമ്മുടെ ഒരു മത്സരം, നമ്മുടെ ബാംഗ്ലൂരു വേഴ്സസ് രാജസ്ഥാൻ തമ്മിലുള്ള മത്സരത്തിൽ 644 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 2420 രൂപയാണ് ഞാൻ ഇൻ ചെയ്തത്. ഏകദേശം 4 ഇരട്ടി ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ 4 ഇരട്ടിയാണ് ഇവിടെ വിന്നിങ് എമൗണ്ട് എന്ന് പറയുന്നത്. 600ൻ്റെ 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം 2400 ആ ഒരു ലെവലൊക്കെ വരും. സോ അത്രയും എമൗണ്ട് ആണ്. ഇതിൽ പ്രോഫിറ്റ് മാത്രം 1776 രൂപ. അതായത് ഏകദേശം 3 ഇരട്ടി പ്രോഫിറ്റ്, ഇൻവെസ്റ്റ് ചെയ്തതിനെക്കാട്ടിലും 3 ഇരട്ടി പ്രോഫിറ്റാണ് എനിക്കിവിടെ കിട്ടിയത്. അതായത് ഞാനിവിടെ കളിച്ച കോൺടെസ്റ്റുകളൊക്കെ മാക്സിമം H4 ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടീമുമായിട്ട് ഇറക്കിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഷുവറാണ്. ഞാൻ ഈ ഒരു മത്സരം മാത്രമല്ല, ഒരുപാട് മത്സരങ്ങളായി എനിക്കിതുപോലെ പ്രോഫിറ്റ് കിട്ടാറുണ്ട്. സോ ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാക്സിമം പ്രിഫർ ചെയ്യുന്നത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മാക്സിമം അങ്ങനത്തെ കോൺടെസ്റ്റുകളെ കളിക്കാറുള്ളൂ. കളിക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വിന്നാവാറുണ്ട്. നമ്മുടെ ടീം ഓക്കെ ആണെങ്കിൽ കൂടെ കൂടുതൽ നമ്മളിവിടെ വിന്നാവാറുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ. ലാസ്റ്റ് പറഞ്ഞ മുംബൈ ബാംഗ്ലൂരു മാച്ച് ആണെങ്കിലും ഞാൻ 410 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1200 രൂപ, 3 ഇരട്ടി പ്രോഫിറ്റാണ് എനിക്കിവിടെ കിട്ടിയത്. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുക, കാരണം അത്രയും പ്രോഫിറ്റബിൾ ആണ്. ദെൻ ഇതിൽ നമ്മൾ ക്യാപ്റ്റനോ വൈസ് ക്യാപ്റ്റനോ ഒന്നും ഇല്ലാതൊരു ടീം ഇടാൻ പറ്റുന്ന ഒരു കിടിലൻ ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യുവോ എന്നാണ്. 5 പ്ലേയേഴ്സ് ഉണ്ട്. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണ് അവർ പിക്ക് ചെയ്താൽ മതി. സിമ്പിളായിട്ട് ഒരാളെ പിക്ക് ചെയ്തിട്ട് കോൺവേ ആണെങ്കിൽ കോൺവേ നമ്മൾ പിക്ക് ചെയ്ത് മുന്നോട്ട് പോയി, ഇത്രയേ ഉള്ളൂ. നമ്മൾ പിക്ക് ചെയ്ത കോൺവേ ആണ് കൂടുതൽ പോയിന്റ് എടുത്തതെന്ന് വെച്ചാൽ നിക്കോളാസ് പൂറിനെക്കാട്ടിലും പോയിന്റ് എടുത്തത് നമ്മുടെ പിക്ക് ചെയ്ത കോൺവേ ആണെങ്കിൽ നമ്മൾ വിൻ ചെയ്തു, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് വിൻ ആകാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരാളായിട്ട് ഇറങ്ങാൻ റിസ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് 2 ആളായിട്ട് ഇറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ 4 രൂപയുടെ ഒരു കോൺടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡിമോൺ കോൺവേയും അതുപോലെ തന്നെ ഈ ബൗളിങ്ങിൽ ഒരാളെ കൂടെ നമുക്ക് ചൂസ് ചെയ്യാം. ആരെ ചൂസ് ചെയ്യുക, അത് നന്നായി പ്ലേ ചെയ്യുന്നത് നമുക്ക് തോന്നുന്ന ഒരു പ്ലെയറിനെ ചൂസ് ചെയ്യാം. അപ്പോൾ ദിഗ്വേഷ് സിംഗിനെ നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തു, നമ്മൾ 4 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യാൻ പോകണം. ഇതുപോലെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റും ഇതുപോലെ ഓരോ പെയേഴ്സായിട്ട് വരും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പിക്ക് ചെയ്ത ഒരു പ്ലെയർ ആണല്ലോ, അത് നമ്മുടെ ഡിവോൺ കോൺവേ, അതുപോലെ തന്നെ ദിഗ്വേഷ് റാത്തി. നമ്മുടെ ഓപ്പോസിറ്റ് മാർക്കും ഖലീൽ അഹമ്മദും വന്നിട്ടുണ്ട്. നമ്മൾ പിക്ക് ചെയ്ത പ്ലെയറാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തത്, നമ്മൾ വിന. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഓപ്ഷനാണ് നമ്മുടെ കുബേര ഫാൻറ്റസിയിലുള്ളത്. ദെൻ ഈ കുബേര ഫാൻറ്റസി പോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു കോപ്പ് എന്ന് പറഞ്ഞ സംഭവം, ഈ നമ്മളൊരു കുബേരി ഡ്യൂ ആണ്, പക്ഷേ ഇവിടെ വന്നതിന് എൻ്റെ പേര് കോപ്പ് എന്നാണ്. ആ ഒരാളെ പിക്ക് ചെയ്തിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഡെയിലി കളിക്കാറുണ്ട്. 165 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 240 രൂപ കിട്ടി, 45 രൂപ പ്രോഫിറ്റാണ്. അതിന് മുന്നത്തെ മത്സരം നോക്കുമ്പോൾ അതേപോലെ തന്നെയാണ്. 422 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 745 വിൻ ചെയ്തു, 323 രൂപ പ്രോഫിറ്റാണ്. അതുപോലെ തന്നെ അതിന് മുന്നത്തെ മത്സരം, എല്ലാ മത്സരങ്ങളും എടുക്കുന്ന സമയത്ത് പ്രോഫിറ്റ് മാത്രമല്ല ലോസും ഉണ്ടാവാറുണ്ട്, ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. പക്ഷേ കൂടുതലും എനിക്ക് പ്രോഫിറ്റാണ് ഇവിടെ കിട്ടാറുള്ളത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ലോസിൻ്റെ കാര്യം ഇവിടെ നോട്ട് ചെയ്യാറില്ല. അതേപോലെ തന്നെ നമ്മുടെ സ്പോട്ടസിലാണെങ്കിലും ആ സെയിം സംഭവം തന്നെയാണ്. ഒരു പ്ലെയറിനെ പിക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് പോപ്പ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതിലും ആരെ പിക്ക് ചെയ്യണമെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ ക്ലിയർ ചെയ്യാനല്ല, നിങ്ങൾ ആരെ പിക്ക് ചെയ്യണമെന്ന് അടക്കം നമ്മളിവിടെ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇത് കുബേര നമ്മുടെ ചോയ്സിലത്തെ പിക്കാണ്, ഇത് നമ്മുടെ കുബേരത്തെ പിക്കാണ്. ഇത് നമ്മൾ ആ ഒരു ലൈനപ്പ് വന്നതിന് അപ്ഡേറ്റ് ചെയ്യും. കാരണം ലൈനപ്പ് വരുന്നതിന് മുന്നേ അപ്ഡേറ്റ് ചെയ്തതിന് എത്രത്തോളം കറക്റ്റ് ആവുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ 3 ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഒരു പ്ലെയറിനെ പിക്ക് ചെയ്ത് കളിക്കാൻ പറ്റും. അതുപോലെ കുബേരയിലാണെങ്കിൽ മറ്റേ നോർമൽ ഫാൻറ്റസിയും കളിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. എല്ലാത്തിലും നോർമൽ ഫാൻറ്റസി ഉണ്ട്, പക്ഷേ കുബേരയാണ് ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത്. കുബേരയും ചോയ്സിൽ വേണം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. നോർമലായിട്ട് നമ്മൾ ടീം ഇട്ട് കളിക്കുന്ന സംഭവം കുബേരയും ചോയ്സിൽ വേണം നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ഞാൻ പ്രിഫർ ചെയ്യും. ദെൻ എനിക്ക് അടുത്തായി പറയാനുള്ളത് നമ്മുടെ മൈമാസ്റ്ററിൽ വേണം തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട വേറൊരു ആപ്ലിക്കേഷനാണ്. ഇതിലെന്താ ഉള്ളതെന്ന് വെച്ചാൽ എൻട്രി ഫീസ് കുറവാണ്, അതുകൂടാതെ നമുക്ക് വിൻ ആവാനുള്ള പോസിബിലിറ്റീസും കൂടുതലാണ്. ഈ 2 കാര്യമാണ് ഇവിടെ ഉള്ളത്. ഇന്നലെ 214 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയത് 520 രൂപ പ്രോഫിറ്റ് മാത്രമാണ്. ടോട്ടൽ വിൻ ചെയ്ത് 734 രൂപയാണ്. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റാണ്. 98 രൂപ ഇട്ടു,
ഇതാണ്ടില്ല ചെറിയ ചെറിയ പോയിന്റ് ഡിഫറൻസിന് അടക്കമാണ് ഞാൻ വിൻ ചെയ്ത്. വലിയ പോയിന്റ്സോ കാര്യങ്ങളൊന്നുമില്ല, ഒരു ആവറേജ് പോയിന്റ് 600 എന്നൊക്കെ പറഞ്ഞ ഒരു ആവറേജ് പോയിന്റ്. അതുപോലെ തന്നെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ ചെയ്തു. അത് മാത്രമാണ് ഇവിടെ എനിക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ എല്ലാം ഞാൻ വിന്നായി, എനിക്ക് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ആപ്പ് തന്നെയാണ് നമ്മുടെ ഈ ഒരു മൈ മാസ്റ്റർ എല്ലാം എന്ന് പറയുന്നത്. കണ്ടില്ല, ഞാൻ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എനിക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടാറുണ്ട് മൈ മാസ്റ്റർ എല്ലാം. നിങ്ങൾക്ക് ടീം ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആപ്സിൽ മൈ മാസ്റ്റർ എല്ലാം ഞാൻ ഫസ്റ്റ് ആയിട്ട് പറയും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അടുത്തായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടത് നമ്മുടെ Excel 11 ആണ്. ഇതിനും തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടാറുണ്ട്. നമ്മൾ ഡ്രീം ഇലവനിലുള്ള പോലെ തന്നെ വെറൈറ്റി കോൺടെസ്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. ഇന്നലെ വെറും 313 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് 528 രൂപ വെറുതെ വീഡിയോ ചെയ്യാൻ വേണ്ടി വെറുതെ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാമെന്നുള്ള രീതിക്ക് കാണിച്ചതാണ്. 35 രൂപ ഇൻവെസ്റ്റ് ചെയ്തതിന് ഫസ്റ്റ് 140 രൂപ വരുന്നത്. അങ്ങനത്തെ ചെറിയ ചെറിയ കോൺടെസ്റ്റുകളുണ്ടല്ലോ. 20 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ എമൗണ്ട് കിട്ടുന്ന, അങ്ങനെ 10 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ഫസ്റ്റ് വന്നാൽ 100 കിട്ടുന്ന, അങ്ങനത്തെ ഒക്കെ കോൺടെസ്റ്റുകളുണ്ടല്ലോ. അതാണ് ഞാൻ മാക്സിമം പ്രിഫർ ചെയ്യുന്നത്. അതൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഫിറ്റബിളും ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ Excel 11 ട്രൈ ചെയ്യുക. സ്പോട്ടിൽ കയറുകയാണെങ്കിൽ നമ്മുടെ ക്യാഷ് ബോണസും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ, ദെൻ നമ്മുടെ Focus 11 ആണെങ്കിലും അടുത്തതായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട വേറൊരു ആപ്പ് കൂടിയാണ്. നമ്മൾ രാജസ്ഥാൻ വേഴ്സസ് ബാംഗ്ലൂർ നമ്മളെ മാച്ചിൽ അതിനായിട്ട് 250 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇട്ടത്. 650 രൂപ പ്രോഫിറ്റ്, 400 രൂപ എനിക്ക് പ്രോഫിറ്റ് തന്നെയാണ് ഇവിടെ കിട്ടിയത്. അത് ഞാൻ ചെറിയ ചെറിയ കോൺടെസ്റ്റുകളാണ് കളിച്ചത്. 15 രൂപയും 62 രൂപയും. അങ്ങനെ മാക്സിമം H4 ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. H4 കളിച്ചാൽ കുറച്ചുകൂടെ പ്രോഫിറ്റ് എനിക്കിവിടെ കൂടുതൽ കിട്ടുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ H4 മാക്സിമം ഫോക്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ നമ്മുടെ മൈ മാസ്റ്ററിലും ഇതുപോലത്തെ അപ്ലിക്കേഷൻസ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ Vision 11 ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ആപ്പ് തന്നെയാണ്. ഇത് കണ്ടില്ലേ, ഞാൻ 300 രൂപ കറക്റ്റായി ഇൻവെസ്റ്റ് ചെയ്തു, 961 രൂപ കിട്ടി, 661 രൂപ പ്രോഫിറ്റാണ്. അങ്ങനെ സിമ്പിളായിട്ട് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്പുകളാണ് ഇതെല്ലാം. ഈ എല്ലാ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ നിങ്ങൾ യൂസർ ഇൻ്റർഫേസ് ഡ്രീമിലെവൻ യൂസ് ചെയ്യുമ്പോൾ ഓക്കെ ആയിട്ട് തോന്നുള്ളൂ. പക്ഷേ ആപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ പൈസ ഉണ്ടാക്കാനാണ് ഡ്രീം ഇലവനൊക്കെ കളിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊക്കെ യൂസ് ചെയ്യാൻ നോക്കിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വെറും നഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് വന്ന ഒരാൾ എൻ്റെ അടുത്ത് ഒരു കാര്യം ഓപ്പണായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ബ്രോ ഈ കാര്യം അറിയാൻ ഞാൻ വൈകിപ്പോയി എന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഡ്രീം ഇലവൻ കളിച്ച് കുറേ പൈസ കൊണ്ടേ കളഞ്ഞു. ഞാൻ ഈ കുബേര ഫാൻറ്റസിത്തെ ആ ഡിയോ ഓപ്ഷൻ പറഞ്ഞു കൊടുത്തു. നല്ല രീതിയിൽ പുള്ളി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. സത്യമായിട്ട് നല്ല രീതിയിൽ പുള്ളി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പുള്ളിയുടെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല, പക്ഷേ എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് വന്ന് പറഞ്ഞ ആളാണ്. നല്ല രീതിയിൽ അദ്ദേഹം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബ്രോന് എന്തെങ്കിലും ക്യാഷ് ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ എന്നൊക്കെ എന്നോട് ഇങ്ങനെ ചോദിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ എന്തെങ്കിലും ഗീവ് ഒക്കെ പറയുന്ന സമയത്ത് അതൊന്ന് സ്പോൺസർ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി. കാരണം പുള്ളി അത്രയും ലോസിലിരുന്ന ഒരാൾ ഈ ഡ്യൂ ഓപ്ഷൻ ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മാച്ച് മിനിമം 10,000-20,000 ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇതിലും 10,000-20,000 ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രോഫിറ്റായിട്ട് കിട്ടുന്നത് മാത്രം ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഹാഫ് എമൗണ്ടാണ്. 10,000 ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 5,000 പ്രോഫിറ്റ് ഉണ്ട്. ദിവസം 5,000 രൂപ വെച്ച് അദ്ദേഹം ഉണ്ടാക്കുന്നത്. ചില സമയം അദ്ദേഹം 20,000 പ്രോഫിറ്റ് ഏൺ ചെയ്യാറായിട്ടുണ്ട്. കാരണം അത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു പ്ലെയറാണ്. സോ അദ്ദേഹത്തിന് നല്ല രീതിയിൽ യൂസ്ഫുള്ളായി. സോ ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ മാക്സിമം ഒന്ന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് കൂടെ അഡ്വാൻറ്റേജ് കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത്. അതുപോലെ തന്നെ എനിക്കിതിന്ന് ചെറിയൊരു കൺമീഷൻ കിട്ടും, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ ഞാൻ ഈ ലക്ഷപ്രഭൊന്നും ആവുന്നില്ല, ചെറിയ എമൗണ്ട് കിട്ടും. സോ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇതൊക്കെ സേഫായുള്ള ആപ്പ് തന്നെയാണ്. ഇത് മാത്രമല്ല വേറെയും കുറേ ആപ്പ് ഉണ്ട്, അതൊന്നും ഞാനിവിടെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇതിനടുത്തൊക്കെ ആ ഒരു ആപ്പൊക്കെ കിടക്കുന്നുണ്ട്, അത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം അതെനിക്ക് അത്ര സുഖകരമായി തോന്നിയിട്ടില്ല. ഞാൻ വെർച്വൽ 11, റിയൽ 11, മറ്റേ ബാറ്റ് ബോൾ 11 ഇതൊക്കെ എന്തൊക്കെയോ ചെറിയ അപാകത തോന്നിയതുകൊണ്ടാണ് ഞാനത് വിട്ടത്. പ്രോബോക്കെ ഞാൻ വിട്ടത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് എനിക്ക് ഓക്കെ ആയി തോന്നിയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. സോ ഈ ആപ്പിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ ഈ ആപ്പിൻ്റെ ലിങ്ക് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ വഴി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഗ്രൂപ്പിലോട്ട് വന്നതിന് ഗ്രൂപ്പിൽ നമ്മൾ ഫൈനൽ ടീംസ് ഇടുമ്പോൾ അതുപോലെ തന്നെ അതിന് മുന്നും നമ്മൾ ആപ്പിൻ്റെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടതിലേക്ക് അടുത്ത വീഡിയോ കാണുന്നത്. ഗുഡ് ബൈ ഫ്രണ്ട്സ്.